നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയിലെ എല്ലാ ട്രേഡിംഗ് സെഷനിലും മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയും നിഫ്റ്റി 25,750 എന്ന ക്രൂഷ്യൽ സപ്പോർട്ട് നഷ്ടപ്പെടുത്തുകയും ചെയ്തതോടുകൂടി മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് ബീറിഷായി മാറിയിട്ടുണ്ട്. ഏഷ്യൻ ഫ്യൂച്ചറുകളും അമേരിക്കൻ ഫ്യൂച്ചറുകളും ഏറെക്കുറെ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. വെള്ളിയാഴ്ച അമേരിക്കയുടെ ചില എക്കണോമിക് ഡാറ്റകൾ പുറത്തു വന്നിരുന്നു. അമേരിക്കയുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൽ ഒരു ചെറിയ ഡിപ്പ് വന്നിട്ടുണ്ട്. ജോബ് ഡാറ്റ സ്ട്രോങ് ആണ്. എന്നിട്ടും ഇന്നത്തെ ഏഷ്യൻ മാർക്കറ്റുകളുടെ പെർഫോമൻസ് നോക്കിയാൽ ഏഷ്യൻ മാർക്കറ്റുകളിലുടനീളം വീക്ക്നെസ് പ്രകടമാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ട സ്റ്റോക്കുകളെ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ സ്റ്റോക്ക് എമ്മാൻഡമിൻ്റെ ഡിസംബർ മാസത്തെ സെയിൽസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ 25% വർദ്ധിച്ച് 68,992 യൂണിറ്റും സെയിൽസ് 27% വർദ്ധിച്ച് 85,501 യൂണിറ്റുമായി ഉയർന്നു. അതുകൊണ്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന ഓട്ടോ OEM സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് ആഷ്യാന ഹൗസിംഗിൻ്റെ ക്വാർട്ടർ 3ലെ ബുക്കിംഗ് 5.56 ലക്ഷം സ്ക്വയർ ഫീറ്റായി ഉയർന്നു കഴിഞ്ഞു. മറ്റൊരു സ്റ്റോക്ക് ഫീനിക്സ് മില്ലിൻ്റെ റിറ്റെയിൽ പോർട്ട്ഫോളിയോ കൺസപ്ഷൻ റേറ്റ് 20% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 4,787 കോടിയായി മാറുകയും ഗ്രോസ് റെസിഡൻഷ്യൽ സെയിൽസ് 140 കോടിയായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ ക്വാർട്ടറിലെ ബിസിനസ് അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഫീനിക്സ് മിൽ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. സിഗ്നേച്ചർ ഗ്ലോബലിൻ്റെ പ്രീ സെയിൽസിൽ 27% ഇടിവ് വന്നു. കളക്ഷൻ 14% ഉയർന്ന് 1,230 കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ICICI പ്രുഡൻഷ്യലിൻ്റെ ആനുവൽ പ്രീമിയം ഗ്രോത്ത് 3.6% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 2,525 കോടിയായി മാറി. റിറ്റെയിൽ പ്രീമിയം ഗ്രോത്ത് 9.9% വർദ്ധിച്ച് 2,116 കോടിയായി മാറുകയും ന്യൂ ബിസിനസ് പ്രീമിയം 12.5% ഇടിയുകയും ചെയ്തു. അതുകൊണ്ട് ICICI പ്രുഡൻഷ്യൽ ലൈഫ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ച 4 കമ്പനികൾ അവരുടെ ക്വാർട്ടർലി റിസൾട്ട് കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. ഒന്നാമത്തേത് തേജസ് നെറ്റ്വർക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. കമ്പനിയുടെ റവന്യൂ 88% ഇടിഞ്ഞ് 2,642 കോടിയിൽ നിന്നും 307 കോടിയിലേക്ക് എത്തി. എബിറ്റ 372 കോടി രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും 134 കോടി രൂപയുടെ ലോസിലേക്ക് എത്തുകയും കഴിഞ്ഞ വർഷം ഡിസംബർ ക്വാർട്ടറിൽ 166 കോടി രൂപയുടെ പ്രോഫിറ്റ് നേടിയെടുത്ത് ഇപ്പോൾ കമ്പനി 197 കോടി രൂപയുടെ ലോസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തേജസ് നെറ്റ്വർക്ക് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. മറ്റൊരു സ്റ്റോക്ക് ഇറാഡയാണ്. ഇറാഡയുടെ ടോട്ടൽ ഇൻകം 26% വർദ്ധിച്ച് 2,140 കോടിയായി മാറി. കൂടാതെ നെറ്റ് പ്രോഫിറ്റ് 37% വർദ്ധിച്ച് 425 കോടിയിൽ നിന്നും 585 കോടിയായി ഉയർന്നു. ഗ്ലോബൽ സ്പിരിറ്റിൻ്റെ റവന്യൂ 19% വർദ്ധിച്ച് 602 കോടിയിൽ നിന്നും 717 കോടിയിലേക്ക് എത്തി. എബിറ്റ 34% നിന്നും 34 കോടിയിൽ നിന്നും 75 കോടിയിലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് 30.7 കോടിയായി ഉയരുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ സ്പിരിറ്റ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. ഇനി മറ്റ് ചില സ്റ്റോക്കുകളെ കൂടി ശ്രദ്ധിക്കാം. അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ സ്റ്റോക്ക് ക്രോംപ്ടൺ ഗ്രീവ്സ് ആണ്. ക്രോംപ്ടൺ ഗ്രീവ്സ് 70 വാട്ട് 80 വാട്ട് ശേഷിയുള്ള LED ലാംപ്സ് ലോഞ്ച് ചെയ്തതുകൊണ്ട് ക്രോംപ്ടൺ ഗ്രീവ്സിനെ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ബീറ്റ ഡ്രഗ്സ് എന്ന കമ്പനി നവീൻ ലൈഫ് സയൻസിൻ്റെ 66% സ്റ്റേക്ക് അക്വയർ ചെയ്തതുകൊണ്ട് ബീറ്റ ഡ്രഗ്സ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ കുപ്പിഡ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ജനുവരി 29 ബോണസ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി കുപ്പിഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PTC ഇൻഡസ്ട്രിക്ക് ബ്ലൂ ഒറിജിനിൽ നിന്നും വലിയൊരു ഓർഡർ ലഭിച്ചതുകൊണ്ട് PTC ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. സ്വാത്തിക് ഗ്രീൻ എനർജി എന്ന കമ്പനിക്ക് 13.8 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ ഫോട്ടോ വോൾട്ടായിക് മൊഡ്യൂൾ സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വാത്തിക് ഗ്രീൻ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ദീപ് ഇൻഡസ്ട്രീസിൻ്റെ ഉടമസ്ഥതയിലുള്ള എണ്ണക്കിണറിൽ ഗ്യാസ് ലീക്കേജ് റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ദീപ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യതയുണ്ട്. ബാറ്റ ഇന്ത്യ എന്ന കമ്പനി VRS സ്കീം കൊണ്ടുവന്നതുകൊണ്ട് അല്ലെങ്കിൽ VRS സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്തതുവഴി 28 കോടി രൂപയുടെ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് കമ്പനിയിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബാറ്റ ഇന്ത്യ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.